നമസ്കാരം. നമസ്കാരം. മണികണ്ഠൻ എങ്ങനെ അറിഞ്ഞത്? അതെ, സുഭദ്രാമറ്റിയെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് ഞാനും മിടുക്കനായ മാധവൻകുട്ടിയും കൂടെ ചേർന്ന കുറുപ്പുമാഷ്ട മകൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ കൃഷ്ണൻകുട്ടി? അത് സെക്കൻഡ്, ഇതാണ് ഒറിജിനൽ. കുഞ്ഞലക്ഷ്മി ടീച്ചറിന്റെ. ഓ, അവൻ എങ്ങനെ ഇവിടെ എത്തി? എങ്ങനെയാന്നറിയില്ല. തക്ക സമയത്ത് കാറും കൊണ്ടുവന്നു. ഈശ്വരനെ അയച്ചത്. ഇവിടെ വന്നപ്പോ ബ്ലഡ് വേണോന്ന് പറഞ്ഞു. കൃഷ്ണൻകുട്ടിയാ പണം കിട്ടിയതും ബ്ലഡ് കൊടുത്തതും. അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാ. സത്യം പറഞ്ഞ കാശില്ലാത്തോണ്ട് ഇവന്റെ മോതിരം പണയം വെച്ചാ ഇതെല്ലാം വാങ്ങിയത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്രതീക്ഷിതമായിട്ടായതുകൊണ്ടാണ്. സാധാരണ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 1000 രൂപയെങ്കിലും പോക്കറ്റ് മണി ആയിട്ട് കരുതാറുണ്ട്. പക്ഷേ ഇന്നിട്ട ഷർട്ട് മാറിപ്പോയി. പണം എടുത്തിട്ട ഷർട്ടല്ല, പോരാൻ നേരത്തെ എടുത്തിട്ടത് അല്ലേ? അതെ. രാധികെ, ഒരു മിനിറ്റ്. ഇതാ വരണോ? നീ ആകെ കുളമാക്കിയല്ലോ. എന്ത് പറ്റി? മോതിരം പണയം വെച്ച കാര്യമൊക്കെ അവളോട് പറഞ്ഞെന്തിന്? എടാ, അത് നിന്നോടൊരു സിമ്പതി തോന്നാൻ വേണ്ടി പറഞ്ഞതാ. അമ്മയ്ക്ക് രക്തം കൊടുത്തു എന്നുള്ള സെന്റിമെന്റ്സ് പ്രയോഗിച്ച് അവൻ രാധയെ കുട്ടിയെ വളയ്ക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതിനെന്തെങ്കിലും ഒരു തട വെച്ചില്ലെങ്കിൽ നിനക്ക് ആപത്താ, ഡേഞ്ചർ. മരുന്നിന് നീ കുടിച്ചോ? രാധികയ്ക്ക് അവനെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ഞങ്ങള് ഒരച്ഛന്റെ മക്കളാന്നുള്ളത് സത്യമാണ്. പക്ഷെ അവനോട് അടുക്കുമ്പോ വളരെയേറെ സൂക്ഷിക്കണം. എങ്കിൽ ഞാൻ പോയിട്ട് വരാം. അന്തരക്ക് ഇവിടെ നിർത്താം. ബുദ്ധിമുട്ടാവില്ലേ? ആ, എന്റെ അമ്മയ്ക്കാണെങ്കിലും ഞാൻ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണ്ടേ? നീ നോക്കിക്കോ, ഇനി നമ്മൾ പോകാതെ അവൻ രാധികയെ പുറത്തേക്ക് വിടുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് അകത്തോട്ട് ചെന്നാലോ? അത് വേണ്ട, ഒരു രോഗി അകത്തുള്ളത്. നമുക്ക് വേറെ വഴി എന്തെങ്കിലും ആലോചിക്കാം. ഇനിയും ചോരയുടെ ആവശ്യം വരൂ? ഹോസ്പിറ്റലിന്റെ പോർട്ടിക്കയിൽ ഇരുന്നാ മതി. അത്യാവശ്യമുള്ളവർക്ക് ബ്ലഡ് ഏർപ്പാടാക്കി കൊടുക്കുന്ന ഏജന്റുമാരുണ്ട്. അവര് വന്ന് വിളിക്കുമ്പോ പോയാ മതി. സമാധാനമായല്ലോ. നീ ഇത് പിടിച്ചോ, ഞാൻ പോരാ. എവിടെ ഏജന്റിനെ കാണാൻ പോകും? അതിന് ഇപ്പൊ സമയമില്ല. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ടിരാം. അതുമായിട്ട് വന്ന് അകത്തോട്ട് ഇടിച്ചു കയറാം. പിടിച്ചോ.